ഹായ് ഗായ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? കുറച്ചും കൂടി മാറി നിൽക്കും മരിച്ചീനിയെ. അല്ലാണ്ട് എത്ര സ്നേഹമാണെങ്കിൽ ഇങ്ങനെ അടുത്ത് നിൽക്കല്ല മരിച്ചീനിയെ. ഈ മരിച്ചീനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടം, എന്താണെന്നറിയില്ല. അരുണേട്ടനെ വിട്ട് പിരിയാനാകുന്നില്ല, അടുത്തടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുക. കാലൊക്കെ മാറ്റിക്ക് മേക്കപ്പ് ഇട്ടില്ല. അപ്പോൾ ഗായ്സ്, ഇതിൻ്റെ മരിച്ചീനി കേട്ടോ, മരിച്ചീനി മൂറി എൻ്റെ സ്വന്തമാണ്. എന്നെ വിട്ട് പിരിയാനാകുന്നില്ല. ഞാൻ അരുണേട്ടൻ്റെ കുറച്ച് അങ്ങോട്ട് എനിക്ക് കുറച്ച് മതി. അപ്പോൾ മരിച്ചീനിൻ്റെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ വിളിച്ചിട്ട് പുതിയ ആളാണ്. ഒരു ഹായ് പറയും മരിച്ചീനി. ഹായ്. അപ്പോൾ ഇങ്ങനെ അട്ടി നിൽക്കല്ലേ, ഞാൻ വീഡിയോ എടുക്കാൻ ആൾക്കാരെന്താ തെറ്റിയിരിക്കല്ലോ മരിച്ചീനിയെ. കാലൊക്കെ കുറച്ച് അങ്ങോട്ട് വിട്ടേക്ക് ഇങ്ങനെ നിന്നോ. അപ്പോൾ മാറി നിൽക്ക്. അപ്പോൾ ഗായ്സ്, എൻ്റെ മരിച്ചീനെ കേട്ടല്ലോ. അപ്പോൾ ഗായ്സ്, എന്താ പറയുക, ഭയങ്കര പനിയായിരുന്നു അല്ലേ. പനിച്ച് ഹോസ്പിറ്റലൊക്കെ പോയി വന്നാണ്. ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര നിർബന്ധം മരിച്ചിരിക്കും എൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അരുണേട്ടൻ ഇല്ലാണ്ട് മരിച്ചിരിക്കും പറ്റൂല. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുകയാണ്, മരിച്ചിരി മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് അടുത്ത് എന്താ നോക്കി ഞാൻ മാറി അപ്പോൾ ഒരു അടുത്തേക്ക് കണ്ടോ, ഇങ്ങനെ അടുത്ത് ഒട്ടി നിൽക്കല്ല മരിച്ചീനിയെ. പിന്നെ പിന്നെ നമ്മുടെ എന്താ പറയുക, ജോലി പോക്കുന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ഗവൺമെൻറ് സ്റ്റാഫാണല്ലോ. അപ്പോൾ പ്രത്യേകം ഞാൻ ഈ പറയുന്ന കാര്യം ഈ ഒരാൾ മാത്രം എടുത്ത് വിളിക്കുക. ഈ ഒരാൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. മരിച്ചിനി കുറച്ച് അവിടെ നിൽക്കുക. ഒക്കെ റെഡി അല്ലേ? അപ്പോൾ ജോലി പോക്കുന്നു. ഈ ഒരു ജോലി പോയാൽ അയ്യോ അങ്ങനെ ചെയ്യില്ലേ, എൻ്റെ ജോലി പോക്കരുത്, മരിച്ചിനിയെ പോക്കല്ലേ മരിച്ചിനിയെ എന്ന് പറഞ്ഞ് കരയേ. ഞാൻ തന്തയ്ക്കുണ്ടായവനാ, ഞാൻ അസ്സല് ഡാഡിക്കും മമ്മിക്കും ഉണ്ടായവനാ. ഈ ഒരു ജോലി പോയാൽ അസ്സലായിട്ട് പ്രൈവറ്റ് വണ്ടി പണിയെടുക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ജോലി പോക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും നിന്ന നിപ്പിൽ പെടുക്കും എന്നുള്ളതൊന്നും ആരും വിചാരിക്കണ്ട. ഞാൻ വെടിപ്പുര ബീവി അല്ല, നിന്ന നിപ്പിൽ പെടുക്കായ, മനസ്സിലായോ? അതുകൊണ്ട് ജോലി പോക്കാനുള്ളത് മോളെ അങ്ങോട്ട് ചെയ്യ്. അതെന്താ മോളെ വാ ചാച്ചിക്കട്ടോ, കുഞ്ഞും ചാച്ചിക്കോ. സാധാരണ ഞാൻ മരിച്ചീനിൻ്റെ ഇപ്പം വീഡിയോസിനൊന്നും നിൽക്കാറില്ല. കാരണം ഈ ഫേസ് കണ്ടോ, ഈ കണ്ണ് കണ്ടോ, ഈ ചുണ്ട് കണ്ടു, ഈ മൂക്ക് കണ്ടു, ഈ വലിയ മാങ്ങാണ്ടി മോറ പോലത്തെ വായ കണ്ടു. ഇതൊക്കെ കണ്ടാൽ തന്നെ വെള്ളം കുടിക്കൂല. നാളെ അടുത്തടുത്ത് വരും. എന്ത് ചെയ്യാനാ? ഈ മൂക്ക് കണ്ടാൽ തന്നെ വെള്ളം കുടിക്കാൻ തോന്നുന്നില്ല. എന്നാലും ചെയ്യ തന്നെ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഈ മരിച്ചീനിന്റെ മോന്ത കണ്ടാൽ തന്നെ എനിക്ക് വെള്ളം കുടിക്കാനോ തോന്നുന്നില്ല. പിന്നെ സാഹചര്യം നമുക്ക് എന്താ പറയാ അനുകൂലം അല്ലാത്തതുകൊണ്ട് വീഡിയോ എടുത്തു. എന്നാലും ഒട്ടി നിൽക്കുകയാണ്. എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ്, അരുണേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ട് പൊടി ഉണ്ടല്ലോ. അരുണേട്ടന്റെ സ്വന്തമാണ്, അരുണേട്ടന്റെ സ്വന്തം അല്ലേ? ഒന്നുകൂടെ നോക്കിയേ, നോക്കട്ടെ. കണ്ടോ ഗൈസ്, കറക്റ്റ് അല്ലേ ഗൈസ്? മരിച്ചീനി മോറ റെഡി അല്ലേ? എന്താ ലുക്ക്, എന്താ കവിള്. എന്നാലും വെള്ളം കുടിക്കൂല കേട്ടോ, കണ്ടാ വെള്ളം കുടിക്കുന്നില്ല. പക്ഷെ എന്നാലും ലുക്ക് ഭയങ്കര. തൊപ്പിയൊക്കെ ഇട്ടിക്ക്, ചെവിയൊക്കെ പോകണ്ട, തൊപ്പിനെ പോകണ്ട, ചെവിയൊക്കെ. ഈ ഒരു ഫേസ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ട് പരിചയമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് അടിക്കണം. ഏത് വീഡിയോയിലാണ് നിങ്ങൾ ഈ ഒരു ഫേസ് കണ്ടതെന്നുള്ളത് കമന്റ് അടിക്കണം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജോലിൻ്റെ ഒരു കാര്യം. അപ്പോൾ ജോലി പോക്കുമെന്നാണ് പറയുന്നത്. അതും ഗവൺമെൻറ് ജോലി കേട്ടോ, അല്ലേ? അപ്പോൾ ഈ ഗവൺമെൻറ് ജോലി പോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വേറെ പണിക്കൊന്നും പോകാനാവൂല. പിന്നെ ആ ഒരു ജോലി പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു വിഷയമില്ല. ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. മരണം വരെ ഗവൺമെന്റ് ജോലി ചെയ്തേ ജീവിക്കൂ, ഗവൺമെന്റ് ജോലിയുടെ ശമ്പളം മാത്രമേ ഞാൻ വാങ്ങിക്കുന്നൊന്നുമില്ല. ഞാൻ നാളെ പ്രൈവറ്റ് പോകും. എനിക്കിനിയിപ്പോൾ പ്രൈവറ്റ് പണിയില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. ഇനിയിപ്പോൾ അതില്ല, ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കും. വണ്ടി ഓടിക്കാൻ അറിയുന്നിടത്തോളം കാലം ഞാനും നല്ല കേട്ടോ. ലോകത്തിലെല്ലാ ഡ്രൈവർമാർക്കും ഓരോ മുട്ടുമില്ല. നിങ്ങളൊക്കെ ഡ്രൈവർമാരുടെ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാണ്, വണ്ടി ഓടിക്കാൻ അറിയുന്ന ഏതൊരു വ്യക്തിക്കും എവിടെ പോയാലും പണിയാണ്. അറിഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് പണി പോക്കും അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുത്താൽ ഗവൺമെന്റ് ജോലി പോകുന്നുള്ള പേടിയൊന്നും ആരും ഇല്ല. നിങ്ങളല്ല കേട്ടോ പറയുന്നത്. നിങ്ങളോട് പറയാനുള്ളതൊക്കെ കഴിഞ്ഞ് ജോലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി ഞാൻ എൻ്റെ മോളോട് പറയാം കേട്ടോ. അരുണേട്ടൻ്റെ മോളോട്
അരുണേട്ടന്റെ മോള് അരുണേട്ടന് ഒരു വാക്ക് തരണം. എന്റെ കൈ വെച്ചേ, ആ കൈ വെച്ച് കിട്ടോ. അരുണേട്ടന്റെ മോള്, അതായത് അരുണേട്ടന്റെ മരിച്ചിനി മോള് അരുണേട്ടന്റെ വാക്ക് തരണം. അരുണേട്ടന്റെ ഇപ്പൊ എപ്പോഴും ഉണ്ടാവും, ഇനി ആരുടെ കൂടെ ഒളിച്ചോടി പോലാന്ന് വാക്ക് കൊണ്ടാ തരൂ. ആരാ തല അടിട്ടോ? ഉറപ്പാണ്. ഇനി വേറൊരാളെ കൂടെ ഒളിച്ചോടില്ല കേട്ടോ മരിച്ചീനിയെ. അരുണേട്ടന്റെ കേട്ടോ. അരുണേട്ടന് വാക്ക് തന്നു. അപ്പൊ ഗായ്സ് നിങ്ങളെല്ലാവരും കേട്ടിക്കല്ലോ, മരിച്ചീനിക്ക് വാക്ക് തന്നി കിട്ടോ. എന്റെ മരിച്ചീനിയാണിത്, മരിച്ചീനി മോറി. അപ്പൊ ബൈ പറയുമ്പോള് കുറച്ചുകൂടി എടുക്കണോ? അല്ല കുറച്ചുകൂടി പോണല്ലോ, എന്താ ചെയ്യാ. അപ്പൊ മരിച്ചിനിയെ പല്ലേ ചിനി നോക്കട്ടെ. പല്ലൊക്കെ തേച്ച് കിട്ടോ. എന്നാ പിന്നെ ഗൈസ് ബൈ.